ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ വെക്കേഷൻ സ്റ്റാർട്ടായി. ഇന്നലെയാണ് നമുക്ക് ലാസ്റ്റ് എക്സാം കഴിയുന്നത്. ക്ലാസ് 9 കെമിസ്ട്രി ആയിരുന്നു. ഞാൻ എക്സാമിൻ്റെ റിവ്യൂ ഒന്നും ഇട്ടിട്ടില്ല. ഉം, ഇന്നലെ വന്നപാടും പുറത്തുപോയി, ടൈം കിട്ടിയിട്ടില്ല എടുക്കേണ്ടിയിട്ട്. എക്സാം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ സിമ്പിളായിരുന്നു, ബട്ട് കുറച്ച് കുഴപ്പിച്ചു. ഞാൻ ലാസ്റ്റത്തെ ചാപ്റ്റർ മാത്രം പഠിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ എക്സാം കുറച്ച് പക്ഷെ നല്ല എക്സാം ആയിരുന്നു. ഇന്നത്തെ വീഡിയോന്റെ മെയിൻ ടോപ്പിക് എന്താ വെച്ചാൽ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണിത്. ട്യൂഷൻ അല്ലെങ്കിൽ ഏത് ഓൺലൈൻ ബാച്ചിലാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്. എക്സാമിന് സൈലം, എജുപോർട്ട് ഈ വർഷം 10th ആയതുകൊണ്ട് തന്നെ ട്യൂഷൻ്റെ കാര്യത്തിൽ കുറച്ച് നല്ലോണം നോക്കി ചൂസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളെ പൈസ പോവും, നമ്മളെ റാങ്ക് പോവും, ടൈമും പോവും. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. ഞാൻ 3 ബാച്ചിലും ജോയിൻ ചെയ്ത ഒരാളാണ്. ഞാൻ 6th പഠിക്കുന്ന ടൈമിൽ എക്സാമിനറിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, 7th എക്സാമിനർ ജോയിൻ ചെയ്തിട്ടുണ്ട്, പിന്നെ 8th ഞാൻ എജുപോർട്ടിൻ്റെ ബാച്ചിലുണ്ടേനു, സൈലത്തിൻ്റെ ബാച്ചിലും ഉണ്ടേനു, 9th ഞാൻ സൈലത്തിൻ്റെ ബാച്ചിലും ഉണ്ട്. അപ്പോൾ ഈ എജുപോർട്ട്, എക്സാമിനർ, സൈലം ഈ 3 പ്ലാറ്റ്ഫോമിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് സൈലമാണ്. കാരണം സൈലത്തിൻ്റെ ആപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ എന്തോ പറഞ്ഞിട്ട് പോയിന്റ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം ക്ലാസ് കാണുന്നു അത്രത്തോളം പോയിന്റ്സ് നമുക്ക് കിട്ടും. ഇറ്റ് ഫീൽസ് ലൈക്ക് എ ഗെയിം. ലൈക്ക് നമ്മൾ പഠിക്കുന്ന തന്നെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിട്ട് നമുക്ക് അതിൽ നമ്മളെ അനലിറ്റിക്സ് കാണാം, നമ്മൾ എത്ര പഠിച്ചു എന്നുള്ളത് കാണാം. അങ്ങനെ അതിൽ പേൾ സെക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് പേൾ വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് വീഡിയോസ് ഉണ്ട്, വിച്ച് ഇസ് റെക്കോർഡഡ് വീഡിയോസ്. ഭയങ്കര യൂസ്ഫുൾ. നമ്മൾ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലാണെങ്കിൽ ലൈവ് 1 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ ലൈവെല്ലാം കാണുന്നതിന് പകരം അതിൽ എല്ലാം ഓരോ ടോപ്പിക് വൈസ് നമുക്കുണ്ടാവും. അപ്പം അത് കാണുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിരുന്നു. എജുപോർട്ടിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എജുപോർട്ടിൻ്റെ ബാച്ച് ഭയങ്കര അഡ്വാൻസാണ്. അതിൽ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ടോപ്പിക് വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്വിസ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത ടോപ്പിക്ക് കാണാൻ പറ്റൂ. അതിലൂടെ നമ്മൾ ആ ടോപ്പിക്ക് നല്ലോണം പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ പറ്റൂ. അപ്പോൾ അതിലൂടെ നമ്മൾ ആ ചാപ്റ്റർ നല്ല അടിപൊളിയായിട്ട് പഠിക്കും. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈക്ക് AI, അതേപോലെ നമ്മൾ ക്ലാസ്സസും റെക്കോർഡഡും ഉണ്ട്, ലൈവും ഉണ്ട്. ലൈവ് സെക്ഷൻസിൽ നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. പിന്നെ ടീച്ചേഴ്സും അടിപൊളിയാണ്. ഇനി എക്സാമിനറിൻ്റെ എടുക്കുകയാണെങ്കിൽ എക്സാമിനറിൻ്റെ ബാച്ചിൽ നോക്കുകയാണെങ്കിൽ എല്ലാ ടോപ്പിക്കും നല്ല ഡീറ്റെയിൽ ആയിട്ട് റെക്കോർഡഡ് വീഡിയോസ് ആയിട്ട് ബാച്ചിലുണ്ട്. അത് ഒരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ ടീച്ചേഴ്സും അടിപൊളി തന്നെയാണ്. ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്. 10th ഞാൻ ഏത് പ്ലാറ്റ്ഫോമാണ് പ്രിഫർ ചെയ്യാന്ന് വെച്ചാൽ ഐ റാദർ ചൂസ് സൈലം ഓർ എജുപോർട്ട്. കാരണം സൈലത്തിൽ ഞാൻ 3 വർഷമായിട്ട് സൈലത്തിൻ്റെ ക്ലാസ്സസ് കാണലുണ്ട്. അപ്പം എനിക്ക് കുറച്ചുകൂടി ഭയങ്കര ഒരു അറ്റാച്ച്ഡ് അല്ലെങ്കിൽ ഭയങ്കര കംഫേർട്ടാണ് ഓരോ ക്ലാസ്സസ്. അപ്പോൾ എനിക്ക് ഒരു ക്ലാസ് തന്നെ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം തന്നെ ടോട്ടലി ഡിപ്പെൻഡ് ചെയ്യണമെന്ന് ഇല്ല. ലൈക്ക് എനിക്കിപ്പോൾ എജുപോർട്ടിലെ ഒരു ചാപ്റ്റർ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഞാൻ സൈലത്തിൻ്റെ ബാച്ചിലുണ്ടെങ്കിൽ കൂടി ഐ റാദർ ഗോ വാച്ച് ഇറ്റ് ഓൺ എജുപോർട്ട്. എനിക്ക് എക്സാമിനുള്ളൊരു വീഡിയോ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ഞാനത് വാച്ച് ചെയ്യും, ഇപ്പം ഞാൻ ബാച്ചിലുണ്ടെങ്കിൽ പോലും. അപ്പോൾ ഞാൻ ഈ വർഷം സൈലത്തിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നിഞ്ച 2.0. ആൻഡ് ഞാൻ സൈലത്തിൻ്റെ ക്ലാസ് കേട്ടിട്ടുണ്ട് ഈ വർഷം, എജുപോർട്ടിൻ്റെ കേട്ടിട്ടുണ്ട്, എക്സാമിനർ കേട്ടിട്ടുണ്ട്, MS സൊല്യൂഷൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഈ 4 പ്ലാറ്റ്ഫോമിൻ്റെ ക്ലാസ്സസ് മാറി മാറി യൂട്യൂബിൽ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിനെ മാത്രമായിട്ട് പറയാൻ പറ്റില്ല, കാരണം എല്ലാം ഭയങ്കര യൂസ്ഫുള്ളാണ്. നിങ്ങളിപ്പോൾ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് 10th പ്രോപ്പറായിട്ട് ഒരു ട്യൂഷൻ പോലെ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നിങ്ങളെ പേഴ്സണൽ കംഫർട്ട് ഏതാണെന്ന് നോക്കുക. നിങ്ങൾക്ക് സൈലത്തിൻ്റെ ടീച്ചേഴ്സ് എടുക്കുന്നതാണോ മനസ്സിലാവുക, അല്ലെങ്കിൽ എക്സാമിനർ ആണോ, എജുപോർട്ടാണോ, MS ആണോ, ഏതാണ് എടുക്കുന്ന നല്ലോണം മനസ്സിലാകുന്നത് അത് ചൂസ് ചെയ്യാം. എൻ്റെ ഒരു ഐഡിയ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ സൈലത്തിൻ്റെ ബാച്ചിൽ ഞാൻ ജോയിൻ ചെയ്യാം. എന്തായാലും ഞാൻ സൈലത്തിൻ്റെയാണ് ഞാൻ ജോയിൻ ചെയ്യാൻ പോകുന്നത്. അതേപോലെ എജുപോർട്ടിൻ്റെ യൂട്യൂബ് ക്ലാസ്, സൈലത്ത് എക്സാമിനറിൻ്റെ യൂട്യൂബ് ക്ലാസ്, MSൻ്റെ യൂട്യൂബ് ക്ലാസ്, അതെല്ലാം ഞാൻ യൂട്യൂബ് ക്ലാസ്സസ് ആയിട്ടും ഞാൻ കാണും. അതാണ് എൻ്റെ ഈ വർഷത്തെ ഒരു അക്കാഡമിക് പ്ലാൻ പോലെ ഞാൻ ട്യൂഷന് സെറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ അതേപോലെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ലൈക്ക് ക്ലാസ്സസിൻ്റെ കാര്യത്തിൽ സൈലത്തിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യുക, ബാക്കിയുള്ള യൂട്യൂബ് ക്ലാസ്സസും പ്രിഫർ ചെയ്യുക, PYQs പ്രാക്ടീസ് ചെയ്യുക, മോഡൽ ടെക്സ്റ്റ് നല്ലോണം റെഫർ ചെയ്യുക,
അങ്ങനെ അങ്ങനെ. ഇപ്പം നിങ്ങൾക്ക് ട്യൂഷൻ ഓഫ്ലൈൻ ആണെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, ഓൺലൈൻ ആണെങ്കിലും ജോയിൻ ചെയ്യാം. ഞാൻ പ്രിഫർ ചെയ്യാം ഓൺലൈൻ ട്യൂഷൻസാണ്. കാരണം നമ്മളിപ്പോൾ 10th ആണ്, നമ്മളിപ്പോൾ 10th സ്കൂളിലും പോകുന്നുണ്ട്, ട്യൂഷനും പോകണം. അത് പക്ഷേ ഓക്കെ ആണ്, അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ അങ്ങനെ പോകാം. ബട്ട് എനിക്ക് തീരെ മാനേജബിൾ അല്ല. കാരണം എനിക്ക് കുറച്ച് ടൈം വേണം. നമുക്ക് വീട്ടിൽ ലൈക്ക് നമ്മളതായ ഒരു ടൈം വേണം. നമ്മളിപ്പോൾ ഏത് സ്റ്റഡി പ്ലാറ്റ്ഫോംസ് റെഫർ ചെയ്താലും എന്തെല്ലാം ക്ലാസ് കേട്ടാലും നമ്മൾ ഇരുന്ന് നമ്മളെ ഒരു ഇതിൽ ഓൺ സ്റ്റഡി അല്ലെങ്കിൽ ഒരു സെൽഫ് സ്റ്റഡി സെഷൻ ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു ക്ലാസ് കാണുന്നതിന് കാര്യമില്ല എന്നുള്ള തോന്നിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മാക്സിമം റെഫർ ചെയ്യുക. ഞാൻ ഈ ട്യൂഷൻസ് കൂടുതൽ പ്രിഫർ ചെയ്യില്ല. കാരണം നമ്മളൊരു പോയിന്റ് വരെ ട്യൂഷൻസിനെ മാത്രമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ തന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ട്യൂഷൻ ഇല്ലയെന്ന് വെച്ചോ, നമുക്ക് ഭയങ്കര പെട്ടുപോകും. ലൈക്ക് നമ്മളവിടെ ഭയങ്കരമായിട്ട് ട്രബിൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പകുതി നമ്മൾ ട്യൂഷൻസിനും സ്കൂൾസിനും അവിടെ ടീച്ചിങ്ങാണ് നടക്കുന്നത്. അവിടെ സ്റ്റഡിങ് അല്ല നടക്കുന്നത്, അവിടെ ടീച്ചിങ്ങാണ് നടക്കുന്നത്. അപ്പം നമ്മൾ അവിടുന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ സെൽഫ് സ്റ്റഡി സെഷൻസ് നമ്മൾ നല്ലോണം പഠിക്കുക. ലൈക്ക് അത് മനസ്സിലാക്കി ഇരുന്ന് പഠിച്ചാൽ മതി. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ആൻഡ് ഞാൻ 7th ചെയ്തൊരു ടിപ്പാണ് ഷോർട്ട് നോട്ട്സ് ഞാൻ മെയിൻലി പ്രിപ്പയർ ചെയ്തത് സോഷ്യലിന് വേണ്ടിയിട്ടാണ്. കാരണം സോഷ്യൽ കുറേ ഉണ്ട്, ഒരു കടൽ പോലത്തെ സബ്ജക്റ്റാണ് സോഷ്യൽ. എസ്പെഷ്യലി 9th ജോഗ്രഫി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്. ഷോർട്ട് നോട്ട്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കാരണം ഒരു വലിയ പാരഗ്രാഫ് നമുക്കൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും നമ്മളതായ ഭാഷയിൽ ആ ഷോർട്ട് നോട്ട്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് 2 മിനിറ്റ് കൊണ്ട് കിട്ടും. ഞാൻ പ്രിഫർ ചെയ്യാം ടെക്സ്റ്റ് ബുക്കിൽ. നമ്മളിപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ അതിലൊരു സൈഡിൽ കുറച്ച് ബ്ലാങ്ക് സ്പേസ് ഉണ്ടാവും. ആ ബ്ലാങ്ക് സ്പേസിൽ നമ്മൾ ആ പാരഗ്രാഫിനെ കുറച്ച് ചുരുക്കി ഷോർട്ടാക്കിയിട്ട് എഴുതുന്നത് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം എനിക്കിപ്പോൾ കെമിസ്ട്രീൻ്റെ തന്നെ കാര്യത്തിൽ ഞാൻ അങ്ങനെ പഠിക്കാണ്ട് പോയതിൻ്റെ കാരണം ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ മതിയേനു. ലാസ്റ്റ് മിനിറ്റ് ഞാൻ ടെക്സ്റ്റ് ബുക്ക് മറിച്ച് നോക്കുന്ന ടൈമിൽ തന്നെ ഇപ്പുറത്ത് ഒരു വലിയ പാരഗ്രാഫ്, ഇപ്പുറത്തിപ്പോൾ പ്രോട്ടോൺ എങ്ങനെ കണ്ടുപിടിച്ചു, ഇപ്പുറത്ത് ഞാനത് 3 പോയിന്റിൽ ആ പ്രോട്ടോൺ എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളൊരു സ്റ്റോറി തീർത്ത്. ലൈക്ക് അതിൽ പക്ഷേ എല്ലാ പോയിന്റ്സും ഉണ്ടാവും, എന്നാൽ അത്ര ലോങ് ആക്കുകയില്ല. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് കുറേ ഫേവറേറ്റ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ സൈലത്തിലാണെങ്കിൽ സോഷ്യലിൻ്റെ 3 ടീച്ചേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സോഷ്യൽ ഇപ്പോൾ പഠിക്കുന്നുണ്ടെങ്കിലും സൈലം നോക്കിയിട്ട് ഞാൻ പഠിക്കാറ്. ആൻഡ് പിന്നെ ഞാൻ മാത്സ്, എനിക്ക് എജുപോർട്ടിനെ ഭയങ്കര ഇഷ്ടമാണ്. ഐ പ്രിഫർ മാത്സ് ബെറ്റർ ദാൻ സൈലം. എജുപോർട്ടാണ് ഞാൻ പ്രിഫർ ചെയ്യുക. കാരണം ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട്, എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളൊരു ടോപ്പിക്കിനെ ഇത്രയാക്കിയിട്ട് അവർ സിമ്പിളാക്കി പഠിപ്പിച്ചു തരും. മാത്സ് എനിക്ക് അവരെ ഇഷ്ടമാണ്. മലയാളത്തിൻ്റെ ക്വിസ് എടുക്കുകയാണെങ്കിൽ എജുപോർട്ടാണ് ഞാൻ പ്രിഫർ ചെയ്യുക. എനിക്ക് ആ സാറിൻ്റെ ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ലാഗ് ചെയ്യൂല, അതെന്താണോ അതങ്ങ് പറഞ്ഞു പോകും. അത് അപ്പോൾ ഭയങ്കര യൂസ്ഫുൾ. എക്സാം ടൈമിൽ ഇതുവരെ ലാഗിങ് കേൾക്കണ്ട. പിന്നെ ഞാൻ ബയോളജി ഞാൻ സൈലാണ് കാണാറ്. ടീംസിൻ്റെയും ഫസ്റ്റ് സാറിൻ്റെ എല്ലാം ക്ലാസ്. പിന്നെ ഹിന്ദി ലാംഗ്വേജസ്, ഇനിയിപ്പോൾ ഇംഗ്ലീഷും ഹിന്ദിയും ഞാൻ സൈൽ തന്നെയാണ് കാണൽ. പിന്നെ ഏതാ ഉള്ളത്, കെമിസ്ട്രി ഞാൻ എജുപോർട്ടാണ് കാണൽ. അത് ഭയങ്കര എനിക്ക് മനസ്സിലാവുന്ന പോലെ തോന്നി ചില ചാപ്റ്റേഴ്സ്. എന്നാൽ കെമിസ്ട്രി നമ്മൾ സൈലത്തിൽ സാർ എടുക്കുന്നത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നല്ല മനസ്സിലാവും. പിന്നെ ഫിസിക്സിൻ്റെ കാര്യത്തിൽ ഞാൻ എന്തായാലും എജുപോർട്ട് ആണ് പറയാം. കാരണം ഫിസിക്സ് എജുപോർട്ടിൻ്റെ ധാനുഷ് സാർ എടുക്കുന്ന പോലെ ക്ലിയർ ആയിട്ട് എനിക്ക് വേറെ ഒന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് ഓരോ ഫേവറേറ്റ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ സബ്ജക്റ്റിന് ഈ ടീച്ചർ, ഈ സബ്ജക്റ്റിന് ഈ ടീച്ചർ. അതുകൊണ്ട് തന്നെ ഒരു കറക്റ്റ് ബാച്ച് പ്രിഫർ ചെയ്യാൻ എനിക്ക് കഴിയില്ലേലും. പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ കൂടുതലും വരുന്നത് സൈലത്തിലെ ടീച്ചേഴ്സ്. അപ്പം ഞാൻ വിചാരിച്ചു 10th നമുക്ക് സൈലത്തിൽ ജോയിൻ ചെയ്യാം, യൂട്യൂബ് ക്ലാസ്സസ് ആയിട്ട് എജുപോർട്ട് കാണാം. അപ്പോൾ ഞാൻ വെക്കേഷൻ മുതൽ പ്രിപ്പയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സ്റ്റാർട്ടിങ് മുതൽ 10th വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ 9th റിസൾട്ട് വന്നതിന് ശേഷം ഇപ്പോൾ അടുത്ത വീക്ക് ക്ലാസ്സസ് തുടങ്ങുന്നുണ്ട്. അപ്പം ഞാൻ ബാച്ചിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ എന്തായാലും ഒരു സ്റ്റഡി വ്ളോഗ്സ് എല്ലാം ഞാൻ ഇടാം. ലൈക്ക് ആ ബാച്ചിൽ ജോയിൻ ചെയ്ത ഫസ്റ്റ് ഡേ എല്ലാം ഞാൻ എന്തായാലും ഇടാം. അപ്പോൾ ബാച്ച് ചൂസിങ്ങിനെ പറ്റിയിട്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ.
നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അത് ചൂസ് ചെയ്യുക. വേറെ ആര് പറയുന്ന കേട്ടിട്ട് നിങ്ങൾ ഓരോ ബാച്ചിൽ ജോയിൻ ചെയ്യണ്ട. ഇപ്പം അനക്ക് കംഫർട്ട് സൈലാണെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ട് ചിലപ്പോൾ ജൂപ്പിട്ടർ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോംസ് ആയിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അത് ചൂസ് ചെയ്യുക. ഒരു കുട്ടിക്ക് എക്സാമിനർ ഭയങ്കര ഇഷ്ടമാണ്, കംഫർട്ടാണ്, ഓൾ അത് നോക്കിയിട്ടാണ് പഠിക്കുന്നത്, അതെന്ന് വെച്ച് നിങ്ങൾക്കും അത് കംഫർട്ട് ആവണമെന്നുണ്ടാവില്ല. സോ ചൂസ് വൈസ്ലി. 10th പോകുന്ന ആൾക്കാരാണെങ്കിൽ ട്യൂഷനിലും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നിങ്ങൾക്ക് കംഫർട്ടുള്ള ടീച്ചേഴ്സിന് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ സ്കൂളിൽ എടുക്കുന്നൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ ഒരു കംഫർട്ട് ലെവൽ ഉണ്ടെങ്കിൽ 10th നല്ല അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അഗെയിൻ ചൂസ് വൈസ്ലി. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.